എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30% മുതൽ 50% വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കരയിൽ KSRTC ബസ്സുകൾ സമയക്രമം പാലിക്കുന്നില്ല എന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ രംഗത്ത്. കാര്യങ്ങൾ പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്ഥിരമായുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളികൾ അറിയിച്ചു. ഇന്നലെ തന്നെ ഇവിടെ ചേലക്കര സ്റ്റാൻഡിൽ 29-ന് കയറിയിട്ട് KSRTC ഇറങ്ങിപ്പോയി 41-നാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും പറയാന്ന് വെച്ചാൽ അവരൊക്കെ ഇപ്പോൾ അവർ ചീത്ത പറയുക, കുറച്ച് പ്രശ്നങ്ങളായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇന്നലെ ഇവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒറ്റപ്പാലത്ത് നിന്നും 9:05 പുറപ്പെട്ട് ചേലക്കരയിൽ 9:45 പാസ് ചെയ്തിരുന്ന KSRTC ഇന്നലെ ആ വണ്ടി 9:29 ആകുമ്പോഴേക്കും ചേലക്കര സ്റ്റാൻഡിൽ ഒരു സ്വകാര്യ ബസ്സിൻ്റെ മുന്നേ മത്സരിച്ച് വരികയും അവനോട് എന്നാൽ 9:29 വന്ന വണ്ടി ഏകദേശം 2 മിനിറ്റോളം മതി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും. 9:31 ആകുമ്പോഴേക്കും വേണമെങ്കിൽ ഈ KSRTC പോവാം. ഈ KSRTC പിന്നെ പ്രൈവറ്റ് ബസ്സുകാരോട് വഴക്കുണ്ടാക്കി മനഃപൂർവ്വം 11 മിനിറ്റോളം ചേലക്കര സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഒരു ബസ്സിൻ്റെ സമയം കഴിഞ്ഞു, 2 ബസ്സിൻ്റെ സമയം കഴിഞ്ഞിട്ട് തോന്നിവാസം കാണിച്ചിട്ടാണ് ഇന്നലെ ആ ഡ്രൈവർ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവസാനം യാത്രക്കാരെ എണീറ്റിട്ട് വണ്ടി പുറകിലോട്ട് എടുത്തിട്ട് എങ്ങനെയും നിങ്ങൾ പോക്കോ എന്ന് പറഞ്ഞിട്ട് യാത്രക്കാരെ നിർബന്ധപൂർവ്വമാണ് ഇന്നലെ ആ സർവീസ് ചേലക്കരം തുടങ്ങിയത്. ഇത് അധികൃതരുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചുരുക്കം ചില ജീവനക്കാരുടെ നിസ്സഹകരണം തോന്നിവാസം മൂലം പൊതുഗതാഗതം നശിക്കുകയാണ്. ഈ സ്വകാര്യ ബസ്സായിട്ട് മത്സരിക്കാൻ വേണ്ടി മാത്രം ഒരു വാശി നടത്തുന്ന പോലെയാണ് ചില ഉദ്യോഗസ്ഥന്മാർ. എന്തായാലും അവരെ നിലയ്ക്ക് നിർത്തേണ്ടത് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നാണ് വെച്ചാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നായാലും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, KSRTCക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ആ വണ്ടി ഇവിടെ 9:29 എത്തുന്നതും അതിൻ്റെ തൊട്ടു പിറകെ സ്വകാര്യ ബസ് വരുന്നതും അത് കഴിഞ്ഞിട്ട് ഇവിടെ മത്സരവും തിക്കും തിരക്കും ഉണ്ടാക്കി 9:41 ആ KSRTC ബസ് ചേലക്കര സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി അറിയും. ഈ വീഡിയോ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ നിയമപരമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ വണ്ടി ഇങ്ങനെ തന്നെയാണ് ഓടുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ വണ്ടി ഗ്യാപ്പ് കണ്ടിട്ട് അവർ അത് കണക്കാക്കി തന്നെ അവർ വരികയാണ്. ഞങ്ങളെ ദ്രോഹിക്കാൻ മനഃപൂർവ്വം കച്ച കെട്ടിയിട്ടാണ് വരുന്ന ആൾ. ആളെ വണ്ടി ഡ്രൈവിങ് അങ്ങനെ തന്നെയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ സൈഡ് വയ്ക്കുക, മൂഡ് വയ്ക്കുക, അങ്ങനത്തെ പരിപാടികളാണ് ഉള്ള. ഒരു അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സംയമനം പഠിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതെന്നുള്ളത് അവരെ ബുദ്ധിമുട്ടെന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അവരുടെ പരിപാടി. വണ്ടിയുടെ ഒപ്പം തന്നെ വരിക, വണ്ടിയുടെ ഒപ്പം എടുക്കുക, മുന്നിൽ കൊണ്ടുപോയിട്ട് വട്ടം ചവിട്ടുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി.